ദേശാഭിമാനി മുഖപ്രസംഗം 2025 ജൂലൈ 19. അസമിലെ തീക്കാറ്റ്. വംശീയ ഏറ്റുമുട്ടലുകളുടെ മുറിവുകളിൽ നിന്ന് രക്തം പടർന്ന ഭൂപടമാണ് അസമിൻ്റേത്. വിഭജനകാലത്ത് നടന്ന കുടിയേറ്റങ്ങളും പിന്നീടുണ്ടായ വംശീയ പ്രശ്നങ്ങളും ഈ വടക്കുകിഴക്കൻ സംസ്ഥാനത്തിന്റെ സാമൂഹ്യ ജീവിതത്തെ നിരന്തരം കലുഷിതമാക്കിയിട്ടുണ്ട്. മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നതിനെതിരെ ആദ്യം പ്രതിഷേധം തുടങ്ങിയ സംസ്ഥാനമാണ് അസം. 2019 ഡിസംബറിൽ പൗരത്വ നിയമത്തിനെതിരെ സമരം നടത്തിയവർക്ക് നേരെയുണ്ടായ പോലീസ് വെടിവയ്പിൽ 5 പേർ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതിനു പിന്നാലെയും അസമിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. അസമിലെ മുസ്ലിങ്ങളെല്ലാം അനധികൃത കുടിയേറ്റക്കാരും ബംഗ്ലാദേശികളുമാണെന്ന തരത്തിലുള്ള പ്രചാരണം ശക്തിപ്പെടുത്തി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നേതൃത്വത്തിലുള്ള ശുദ്ധീകരണ പ്രക്രിയ പലയിടത്തും കലാപസമാനമായ സ്ഥിതി സൃഷ്ടിച്ചിരിക്കുന്നു. അനധികൃത കുടിയേറ്റക്കാരെ ഇറക്കിവിടാനെന്ന പേരിൽ നടക്കുന്ന സ്റ്റേറ്റ് സ്പോൺസേഡ് അതിക്രമത്തിന്റെ ഫലമായി കഴിഞ്ഞ ദിവസം ഗോൾപാറ ജില്ലയിലെ പൈകാൻ റിസർവ് ഫോറസ്റ്റിൽ ഒരാളുടെ ദാരുണ മരണത്തിന് ഇടയാക്കി. രാജ്യത്ത് ഗണ്യമായ അളവിൽ മുസ്ലിം ന്യൂനപക്ഷം ജീവിക്കുന്ന സംസ്ഥാനമാണ് അസം. 2011 സെൻസസ് പ്രകാരം ആകെ ജനസംഖ്യയിലെ 34.22% പേർ മുസ്ലിങ്ങൾ. അതായത് ആകെ ജനസംഖ്യ 3.12 കോടിയാണെങ്കിൽ അതിൽ മുസ്ലിങ്ങളുടെ എണ്ണം 1 കോടിയിലേറെ വരും. ആകെയുള്ള 32 ജില്ലയിൽ 11ലും ഹിന്ദുക്കളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളാണെന്നാണ് കണക്ക്. ഇത്തരമൊരു സംസ്ഥാനത്ത് നിരന്തരം BJP ജയിക്കുന്നത് മുൻ മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാളും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും അടക്കമുള്ള BJP നേതാക്കളും RSSും അഴിച്ചുവിട്ട തീവ്ര ഹിന്ദുത്വ പ്രചാരണങ്ങളിലൂടെയാണ്. അതിനവർ ഉപയോഗിക്കുന്നതാകട്ടെ ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങളിലൂടെയും. ബംഗാളിൽ നിന്നടക്കം വന്ന മുസ്ലിങ്ങൾക്ക് അസമിൽ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് BJPയും RSSും ചേർന്ന് സൃഷ്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ 9 മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയ പ്രഖ്യാപനമാണ് സമീപ ദിവസങ്ങളിലെ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. 1950 കുടിയേറ്റ അസമിൽ നിന്ന് പുറത്താക്കൽ നിയമം പൊടിതട്ടിയെടുത്ത് 1971 മാർച്ച് 24 ശേഷം അസമിൽ കഴിയുന്ന എല്ലാ അനധികൃത കുടിയേറ്റക്കാരെയും ബംഗ്ലാദേശിലേക്ക് ആട്ടിപ്പായിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. 1971 മാർച്ച് 24 ശേഷം എത്തിയവരെ വിദേശികളായി കണക്കാക്കുമെന്നും ഫോറിനേഴ്സ് ട്രിബ്യൂണലിന്റെ ഇടപെടലിന് അവസരം നൽകില്ലെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. 330 പേരെ ഇങ്ങനെ ആട്ടിപ്പായിക്കാനായെന്ന് അഭിമാനപൂർവ്വം മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. എന്നാൽ ബംഗ്ലാദേശിൽ നിന്ന് മതപരമായ അടിച്ചമർത്തലുകൾ ഭയന്ന് എത്തുന്നവർക്കുമേൽ ഈ നിയമം ബാധകമാക്കില്ലെന്നും പറഞ്ഞു. അതിനർത്ഥം കുടിയേറി വന്ന മുസ്ലിങ്ങളല്ലാത്തവർക്ക് എല്ലാ സംരക്ഷണവും നൽകുമെന്നത് തന്നെ. വർഗീയവാദികളായ ഭരണാധികാരികൾക്ക് കീഴിൽ ഒരു നാട് ചെന്ന് പെട്ട ദുര്യോഗം അസമിന്റെ അവസ്ഥയിൽ പ്രകടമാണ്. ഏതു സമയത്തും തങ്ങളുടെ വീടിനു നേരെ ബുൾഡോസറിന്റെ ഉരുക്ക് കൈകൾ വന്ന് പതിക്കുമെന്ന ഭീതിയിൽ ജീവിക്കുന്ന നാടായി അസം മാറിക്കഴിഞ്ഞു. അസം നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും യുവാക്കളുടെ തൊഴിലില്ലായ്മയും കാർഷിക തകർച്ചയും അടക്കമുള്ള പ്രശ്നങ്ങളെല്ലാം മൂടിവെക്കാൻ BJP സർക്കാരിന് ഇതുവഴി കഴിയുന്നു. അടുത്ത കാലം വരെ അസം PCC പ്രസിഡന്റായിരുന്ന ബിശ്വ ശർമ്മയ്ക്ക് RSSനും BJPക്ക് മുന്നിൽ താനൊരു തീവ്ര ഹിന്ദുത്വവാദിയാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കാനുള്ള തത്രപ്പാടിന്റെ കൂടി ഭാഗമാണ് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഈ ബുൾഡോസർ പ്രയോഗങ്ങൾ. മുഖ്യമന്ത്രിയും ഭാര്യയും ചേർന്ന് നടത്തുന്ന അഴിമതികളും ഈ ബഹളത്തിനിടയിൽ ആരും കാണാതെ പോകുന്നു. ഭാര്യ റിനിക്കി ശർമ്മയുടെ പേരിൽ ചായത്തോട്ടങ്ങളും ആഡംബര റിസോർട്ടുകളും പഞ്ചനക്ഷത്ര ഹോട്ടലുമടക്കം ശതകോടികളുടെ സ്വത്താണ് ഹിമന്ത വാങ്ങിക്കൂട്ടിയത്. ഒരു നാടിന്റെ ജീവൽ പ്രശ്നങ്ങൾ ഇത്തരം ഭരണാധികാരികൾക്ക് പ്രശ്നമല്ല. അവരെ നയിക്കുന്നത് തീവ്ര മതവികാരവും അഴിമതി നടത്താനുള്ള അഭിവാഞ്ജയുമാണ്. ഉജ്ജ്വലമായ മതനിരപേക്ഷ പാരമ്പര്യമുള്ള അസമിൽ BJPക്കെതിരെ ശക്തമായ പ്രതിപക്ഷമാകാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. കുടിയേറ്റക്കാരെ ആട്ടിപ്പായിച്ച ചരിത്രം കോൺഗ്രസിനെ കുത്തി നോവിക്കുന്നുണ്ട്. 1961, 1964 കാലത്ത് 1,70,80,000 കുടിയേറ്റക്കാരെ അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് ആട്ടിപ്പായിച്ചത് ബിമല പ്രസാദ് ചാലിഹ നയിച്ച കോൺഗ്രസ് സർക്കാരാണ്.